Hi friends, once again welcome back to Nandus Kitchen. Nandus Kitchenile ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിംഗ് ആയ ഐസ്ക്രീം പുട്ടാണ്. വളരെ ഈസിയായി വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ പുട്ട് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പുട്ടുകുറ്റി ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച് വെക്കണം. ഈ പുട്ടിൽ നമ്മൾ തേങ്ങയ്ക്ക് പകരം കോൺഫ്ലെക്സ് ആണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് കോൺഫ്ലെക്സ് കൈകൊണ്ട് പൊടിച്ച് വെക്കുക. 2 കളറുള്ള ടൂട്ടി ഫ്രൂട്ടി ഇതിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് ബദം ക്രഷ് ചെയ്തത് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും അളവുകൾ പ്രത്യേകം പറയുന്നില്ല. നമ്മുടെ കയ്യിലുള്ള അളവും ഇഷ്ടം പ്രകാരം എല്ലാം ചേർക്കുക. ഫ്രീസറിൽ നിന്നെടുത്ത പുട്ടുകുറ്റിയിലേക്ക് ചില്ലി ഇട്ട് കൊടുക്കാൻ മറക്കരുത്. പുട്ടുകുറ്റിയിലേക്ക് ആദ്യമായി ഇപ്പോൾ തയ്യാറാക്കിയ മിശ്രിതം കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ നിറയെ മിശ്രിതം ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ലെവൽ ചെയ്യുകയാണ്. 3 വ്യത്യസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം വാങ്ങി വെച്ചിരുന്നു. അതിൽ നിന്ന് ആദ്യം സ്ട്രോബെറി ഐസ്ക്രീമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെല്ലാം ഫ്ലേവേഴ്സ് ഇഷ്ടമാണോ അതെല്ലാം ഈ ഐസ്ക്രീം പുട്ടിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ലെയർ ഐസ്ക്രീം ഇതിൽ ഇട്ട് കൊടുത്താൽ വീണ്ടും കോൺഫ്ലെക്സ് മിശ്രിതം ഇട്ട് കൊടുക്കാം. വീണ്ടും ലെവൽ ചെയ്ത് കൊടുക്കുക. അടുത്തതായി വാനില ഐസ്ക്രീമാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു പുട്ടിൻ്റെ വലുപ്പത്തിന് ആവശ്യമായ അളവിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കണം. വീണ്ടും ലെവൽ ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ കോൺഫ്ലെക്സ് മിശ്രിതം വീണ്ടും ഇട്ട് കൊടുക്കണം. വീണ്ടും ലെവൽ ചെയ്ത് കൊടുക്കുക. അടുത്ത ഫ്ലേവർ ബട്ടർസ്കോച്ച്, അതും ഇതിൽ നിറച്ച് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിൽ വീണ്ടും കോൺഫ്ലെക്സ് നിറച്ച ശേഷം പുട്ടുകുറ്റിയുടെ മൂടി ഇട്ട് വെച്ച് ഫ്രീസറിൽ വെക്കാം. മിനിമം 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കണം. ഇനി നമുക്ക് ഐസ്ക്രീം പുട്ട് ഫ്രീസറിൽ നിന്ന് എടുക്കാം. അതിനു മുമ്പായി ഒരു ട്രേയിൽ കോൺഫ്ലെക്സ് മിശ്രിതം വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇത്തവണ കുറച്ച് ജംസ് മുട്ടായി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആകട്ടെ. ഫ്രീസറിൽ നിന്നെടുത്ത് പതുക്കെ ഐസ്ക്രീം പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങാതെ തന്നെ നമുക്ക് ഐസ്ക്രീം പുട്ട് വീട്ടിലിരുന്ന് കഴിക്കാം. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.